ഡോക്ടർ മേരി ജോർജ് മാഡം, ഇന്ത്യൻ സംസ്കാരവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണല്ലോ ഈ സ്വർണം. അത് നിക്ഷേപമായും കുടുംബങ്ങളിലെ ആഘോഷങ്ങളിലുമെല്ലാം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നുമാണ്. എന്നിട്ടും ഇന്ത്യക്കാർ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് എന്തിനാണ്? അതായത് മോദി യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, ദൈവങ്ങൾക്ക് എന്തിനാണ് ഈ സ്വർണത്തിൻ്റെ കവചമെന്ന്. ദൈവങ്ങൾക്ക് സ്വർണത്തിൻ്റെ കവചം ആവശ്യമില്ല. അമ്പലങ്ങളിലൊക്കെ ഈ സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് പാടേണ്ടി വരുന്നത്, അമ്പലങ്ങളിൽ മോഷ്ടാക്കളെ ആകർഷിക്കുന്നത് ഇതുപോലെയുള്ള സ്വർണ്ണ ബിസിനസ്സാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ ഉപയോഗവും വിൽപ്പനയും ഒക്കെ വലിയ തോതിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്തെവിടെയെങ്കിലും പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അഹിതമായി മാതാപിതാക്കൾക്ക് തോന്നുന്നു എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്വർണ്ണ കമ്പം തന്നെയാണ്. സ്വർണത്തിൽ പൊതിഞ്ഞ് പെണ്ണിനെ ഇറക്കി വിട്ടാലേ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ ആളുള്ളൂ എന്ന ഒരവസ്ഥ, അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഈ സ്വർണ്ണ ഭ്രാന്ത്, അതായത് ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ഈ സ്വർണത്തിന് കൊടുക്കുന്ന പ്രാധാന്യമുണ്ടല്ലോ. ഞാൻ ഒരു വളരെ എല്ലാവരും അറിയുന്ന വളരെ പ്രശസ്തനായ കേരളത്തിലെ ഒരു ജ്യോത്സ്യനോട് ചോദിച്ചു. ആ ജ്യോത്സ്യൻ എന്ന് വെച്ചാൽ അദ്ദേഹം അത് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ചോദിച്ചു, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനകത്ത് യാതൊരു വാസ്തവവുമില്ല. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിച്ചാൽ നമുക്ക് സമൃദ്ധി കൊണ്ടുവരും എന്ന വിശ്വാസം തീർത്തും തെറ്റായ വിശ്വാസമാണ്. അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞതെന്നറിയാമോ? ഏതോ ഒരു മാർക്കറ്റിംഗ് വിദഗ്ധൻ, സ്വർണത്തിൻ്റെ വിപണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മാർക്കറ്റിംഗ് വിദഗ്ധൻ്റെ തലയിൽ ഉയർത്തു വന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ വീടിൻ്റെ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി വർദ്ധിക്കും എന്നുള്ളത്. അങ്ങനെ ആരോ കണ്ടുപിടിച്ചതാണ്. അതല്ലാതെ ഒരു തലത്തിലും അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രാചീന മതസംഹിതകളിലെവിടെയും അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് പറയുന്നില്ല, കാരണം അദ്ദേഹം ഇത് ഉപജീവനമാക്കി മാറ്റി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനായിട്ട് അദ്ദേഹത്തിൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അദ്ദേഹം പ്രശസ്തനാണ്, എല്ലാവർക്കും വിശ്വാസമുള്ള ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അക്ഷയ തൃതീയ ദിനത്തിൽ എന്നല്ല, ഒരു ദിനത്തിലും സ്വർണത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. നമ്മൾ ഒന്ന് ന്യൂസ് കാണാൻ വേണ്ടി TV തുറന്നു നോക്കൂ, അവിടെ സ്വർണത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അല്ലാതെ ഒന്നും കാണാനില്ല. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ 20% വാങ്ങുന്നു എന്ന് പറയുന്നത്? ഈ കാണാവുന്ന അഡ്വർടൈസ്മെൻറ്റ് മുഴുവനും കേരളത്തിലെ ചാനലുകളിൽ കാണുന്ന അത്ര സ്വർണ്ണ അഡ്വർടൈസ്മെൻറ്റ് വേറെ ഒരിടത്തും ഇല്ലെന്നാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കേരളീയരെ, അതവർക്ക് പ്രവാസി പണം, അതായത് പ്രവാസത്തിൽ പോയി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്നതിൻ്റെ ദുഃഖവും ദുരിതവും ഒന്നും വീട്ടിലിരിക്കുന്നവരറിയുന്നില്ല. അതുമാത്രവുമല്ല, ഡംബ് കാണിക്കാൻ, അതായത് ഈ പറയപ്പെട്ട പോലെ മറ്റുള്ളവർ കാണിക്കുന്നത് എന്തും അതുപോലെ അതിനേക്കാൾ വലിയ തോതിൽ അത് ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങൾ അതിനേക്കാളും പണക്കാരാണ് എന്ന് കാണിക്കാനുള്ള ആ തൃഷ്ണ, ഇതൊക്കെ കൊണ്ടാണ് ഇത്രയധികം സ്വർണം കേരളത്തിൽ വാങ്ങുന്നത്, ഇന്ത്യയിൽ വാങ്ങുന്നത്. അങ്ങനെ ഇന്ത്യയിലെ സംഹിതകളിൽ തന്നെ മാറ്റം വരുത്തണം ഈ ഒറ്റ കാര്യത്തിൽ, മറ്റൊന്നിലുമല്ല. ഇങ്ങനെ അതായത് സ്വർണം വാങ്ങണമെന്ന്. പക്ഷേ ആ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞത്, ഒരിടത്തും സ്വർണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് വ്യക്തികൾ തന്നെ കൊണ്ടുവരുന്ന പ്രാധാന്യമാണ്. സ്വർണത്തിൽ എന്ത് വലിയ തെറ്റ് ചെയ്തിട്ടും അമ്പലത്തിൽ കുറേ സ്വർണം കൊണ്ടേ കൊടുത്താൽ ആ തെറ്റുകൾ ക്ഷമിക്കപ്പെടുമെന്നാണ് മനുഷ്യർ വിചാരിക്കുന്നത്. അത് വലിയ അബദ്ധമാണ്. അങ്ങനെ ഒരിക്കലും, അതായത് ഈശ്വരനെ പോലും കൈക്കൂലി കൊടുത്ത് സ്വന്തമാക്കാം എന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്തത്തിൻ്റെ ലക്ഷണമാണ് സ്വർണത്തിന് ഇത്രയധികം ഡിമാൻഡ് കേരളത്തിൽ ഉണ്ടാകാനുള്ള മൂല കാരണം. ഇവിടെ ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. 2025-26 ഏകദേശം $72 ബില്യൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നതും മാഡം അത് സൂചിപ്പിച്ചു. ഇതിന് പിന്നാലെ വിപണിയിൽ വൻ ഇടിവും ഉണ്ടായിട്ടുണ്ട്. ആഭരണ കമ്പനികളുടെ ഓഹരികളെല്ലാം കുത്തിപ്പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ സ്വർണത്തിന് കുത്തനെ വില ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി സ്വർണ്ണ വില കൂടുമോ കുറയുമോ?
സ്വർണ്ണവില കുത്തനെ കുറയട്ടെ. അതായത് ട്രംപ് വരുമ്പോൾ 60,000 രൂപയുടെ ചുറ്റുവട്ടത്തിലായിരുന്നു സ്വർണത്തിൻ്റെ വില എന്ന് പറഞ്ഞല്ലോ. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ആ പെൺകുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാതിരിക്കാൻ, കുഞ്ഞിലെ കൊന്നുകളയാതിരിക്കാൻ. കേട്ടിട്ടില്ലേ ഉസ്ലാം പെട്ടിയിലൊക്കെ പെൺകുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ വായിലും നെല്ല് വാരി ഇടുമെന്ന്, അതങ്ങനെ മരിക്കാൻ. അങ്ങനെ പോലും കൊല്ലുന്ന ഒരു നാടാണ് ഇന്ത്യ. ആ നാട്ടിൽ സ്വർണത്തിൻ്റെ വില കൂടി പോയാൽ ഇതുപോലെ നെല്ല് വാരിയിട്ടോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ പെൺകുഞ്ഞുങ്ങളെ ജന്മനാ തന്നെ കൊന്നൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സ്വർണത്തിൻ്റെ വില ആ 60,000 എന്ന ലെവലിലേക്ക് എങ്കിലും വരണം. അപ്പോഴാണ് പെൺകുഞ്ഞുങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, ആദിയില്ല, ഭയമില്ലാതെ വളർന്നു വരാൻ കഴിയുക. ഇതൊക്കെ ഈ ശീലങ്ങളൊക്കെ മാറണം. സ്വർണത്തോട് നമ്മൾ കാണിക്കുന്ന അമിത ആവേശം തീർച്ചയായിട്ടും, അത് ഞാൻ പറയുന്നത് കലാലയങ്ങളിലൊക്കെ സ്വർണം പിന്നെ അതായത് സ്വർണം ഒരു നല്ല നിക്ഷേപമാണ്. ആ നിക്ഷേപം എന്ന രീതിയിലല്ലാതെ സ്വർണം ഒരു വലിയ ആഭരണം, അതായത് സ്വർണം പിന്നെ നമ്മളെ മനോഹരിയാക്കുന്ന, ഒരു പെൺകുഞ്ഞിനെ മനോഹരിയാക്കുന്ന, അല്ലെങ്കിൽ ആരെയും മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു ആഭരണമാണ് സ്വർണം എന്ന ആ ചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തും കണ്ടും കേട്ടും ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണത്തോടുള്ള ഭ്രമം, സ്വർണത്തോടുള്ള ഭ്രാന്ത് അത് മാറ്റണം. സ്വർണം ഒരു നിക്ഷേപമായിരിക്കട്ടെ. അതിന് കോയിൻസായിട്ട് സ്വർണം വാങ്ങി സൂക്ഷിച്ചാൽ ബാങ്കിൽ തന്നെ സൂക്ഷിക്കാം, സ്വർണം വാങ്ങി. അല്ലെങ്കിൽ പിന്നെ റിസർവ് ബാങ്കിൻ്റെ തന്നെ ഗോൾഡ് എക്സ്ചേഞ്ച് സ്കീമുണ്ട്. അങ്ങനെയുള്ള സ്കീമിലൊക്കെ ഇട്ടാൽ നമ്മുടെ നിക്ഷേപമായിട്ട് അത് അവിടെ കിടന്നോളൂ, ഒരിക്കലും അതിന് ക്ഷതം പറ്റുന്നില്ല. പക്ഷേ ഇതൊക്കെ വീടുകളിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോഴാണ് ഇതുപോലെയുള്ള മോഷണവും മറ്റതുപോലെ ഇത് വാങ്ങാൻ കഴിയാത്തവർ പെൺകുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിക്കുക, പെൺകുഞ്ഞിനോട് അയിത്തം കാണിക്കുക. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരിക്കലും പ്രചോദിപ്പിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പലതും സംഭവിക്കുന്നതും ഒക്കെ ഈ സ്വർണത്തോടുള്ള അമിതാവേശം കൊണ്ടാണ്. അതുകൊണ്ട് സ്വർണം ഒരു നിക്ഷേപം മാത്രമാണ്. സ്വർണം പോറ്റേക്കാൾ എത്രയോ മനോഹരങ്ങളാണ്. വെറും സാധാരണ സ്റ്റോൺസൊക്കെ ഉപയോഗിച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ, മാക്സിമം വെള്ളിയാണെങ്കിൽ തന്നെ എന്ത് മനോഹരമായ ആഭരണങ്ങൾ ഉണ്ടാക്കാം. പിന്നെ എന്തിന് ഈ സ്വർണത്തിലേക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു? അതുകൊണ്ട് സ്വർണത്തിൻ്റെ ആ പ്രാധാന്യം, പ്രത്യേകിച്ചും വജ്രരത്ന ആഭരണ പ്രാധാന്യം, ഭ്രാന്ത്, അത് ഇന്ത്യയിൽ തനിയെ കുറഞ്ഞു വരണം. അതിന് യുവതലമുറ ജെൻസി മുന്നോട്ട് വരണം. അതിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ജെൻസി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.